പ്രിയമുള്ളവരെ, റേഡിയോ മരിയയിൽ ഇപ്പോൾ ദൈവവചന പ്രഘോഷണം. വചനം പങ്കുവയ്ക്കുന്നതിനായി നമ്മോടൊപ്പം ബ്രദർ തോമസ് വില്ലനശ്ശേരി. ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യം. ഏവരെയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയ റേഡിയോ മരിയ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും കൃപയും എപ്പോഴും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കത്തോലിക്ക സഭ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കത്തിനായി ജപമാല മാസമായി ആചരിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് സഭ പരിശുദ്ധ അമ്മയെ ജപമാല രാജ്ഞിയായി ആദരിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ദിവസം നിങ്ങളുടെ മുന്നിലായിരിക്കുക. കാരണം കത്തോലിക്ക സഭയുടെ കൂദാശകളിൽ കൂദാശയായ വിശുദ്ധ ബലി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല. ഏറ്റവും ലളിതമായ പ്രാർത്ഥനയാണ് ജപമാല. പൈശാചിക ശക്തിക്ക് ഏറ്റവും ഭയമുള്ള ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ് ജപമാല. എന്നാൽ പലർക്കും മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥനയാണ് ജപമാല. അത് പറയാൻ കാര്യം, പലരും പറയാറുണ്ട്, ജപമാല ചെല്ലാൻ ഇരിക്കുമ്പോൾ, ജപമാല കയ്യിലെടുക്കുമ്പോൾ ഉറക്കം തുടങ്ങും. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ സാത്താൻ ഏറെ ഭയപ്പെടും. പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പൈശാചിക ശക്തി വിറങ്ങലിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇത് സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞു, കത്തോലിക്ക സഭയുടെ കൂദാശകളിൽ കൂദാശയായ വിശുദ്ധ ബലി കഴിഞ്ഞാൽ സാധാരണക്കാരന് ഏറ്റവും ലളിതമായി ചെല്ലാവുന്ന ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല. ഒരിക്കലൊരു വൈദികൻ ജപമാല റാലിയുടെ സമാപനത്തിൽ ഇപ്രകാരം പറഞ്ഞു, ജപമാല എന്നാൽ സാധാരണക്കാരന്റെ സുവിശേഷമാണെന്ന്. അത് തന്നെയാണ് സഹോദരങ്ങളെ, രക്ഷാകര പദ്ധതിയെ കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ജപമാല. 203 മണി ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ലഭിക്കും, ഉറപ്പാ. കാരണം ദൈവവചനമാണ് അവിടെ നമ്മൾ ആവർത്തിച്ച് ഉരുവിടുന്നത്. ദൈവവചനത്തെ കുറിച്ച് യെശയ്യാപ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്. 66-ാം അധ്യായം 2-ാം തിരുവചനം, ആത്മാവിൽ എളിമയുണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയൽ അനുഭവിക്കുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നതെന്ന്. അപ്പോ ആത്മാവിൽ എളിമയുണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയൽ അനുഭവിക്കേണ്ടതാ വചനം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവവചനമെല്ലാം നിവേശിതമാണെന്ന്. അതോടൊപ്പം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്,
യേശു സാത്താനോട് പറയാണ് തന്നെ പരീക്ഷിക്കാമെന്ന്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഓരോ വാക്കുകൊണ്ടാണെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം തന്നെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ പൊഴിയുന്ന ഓരോ വാക്കുകൊണ്ട് അത്രയെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നതിന് ഇപ്രകാരമാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന്. അവനിലൂടെ സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഇത്രമാത്രം പറഞ്ഞ കാരണം, ഇന്ന് പല കുടുംബങ്ങളിലും പരാതിപ്പെടുന്ന ഒരു വിഷയം സമാധാനമില്ല. അതോടൊപ്പം തന്നെ മക്കൾ അനുസരിക്കുന്നില്ല. തകർച്ചയുടെ വക്കില ഇന്ന് പല കുടുംബങ്ങളും. ഇതിനെല്ലാത്തിനും ഏക പോംവഴി, എന്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ജപമാല ചെല്ലുന്ന കുടുംബങ്ങളില് ഒരു പൈശാചികശക്തിയും കടന്നു വരില്ല, ഉറപ്പാ. നമ്മൾ പലപ്പോഴും കുടുംബങ്ങളില് നമ്മുടെ വ്യക്തിപരമായ കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ ചിലവഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചുരുക്കുന്നത് പ്രാർത്ഥനയില്ല. ഏറിയാൽ ഒരു 53 മണി ജപം ചൊല്ലി അവസാനിപ്പിക്കുക. അത് ചെല്ലുന്നതോ പലപ്പോഴും അലസ്വരപ്പെടുത്തുന്ന പുറത്തുനിന്ന് കേൾക്കുമ്പോൾ. കാരണം വളരെ അശ്രദ്ധമായിട്ടാണ് ദൈവത്തിന്റെ വചനം ഉരുവിടുന്നത്. പുറത്തുനിന്നുകൊണ്ട് അവൻ ചിരിക്കും. ആരാ? നമ്മുടെ ശത്രു. കാരണം പരിശുദ്ധ അമ്മ എന്ന നാമം ഭൂമിയില് അന്ധകാര ശക്തിക്ക് ഏറ്റവും ഭയമുള്ളതാ. കാരണം ദൈവത്തിന്റെ തിരുവായി മൊഴി കേട്ടപ്പോൾ ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പെറ്റു പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനും ദൈവീയ പദ്ധത്തിനും തന്നെ കീഴടക്കി കൊടുത്തു സമർപ്പിക്കപ്പെടുകയായിരുന്നു പരിശുദ്ധ അമ്മ. ആദ്യം മാതാപിതാക്കൾ കൂടി വന്ന പാപത്തിന്റെ പരിഹാരത്തിനായി പുത്രനെ ലോകത്തിലേക്ക് അഴക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിക്ക് പാത്രമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദൂതന്റെ ദൈവവചനം ശ്രവിച്ച മാത്രയില് അമ്മ ഇതാ ദൈവഹിതത്തിനായിട്ട് തന്നെ സമർപ്പിക്കുന്നു അമ്മ. അത് കാൽവരി കുരിശുവരെ ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ അപ്പോസ്തലത്തിൽ വായിച്ചു കേട്ടു. വിശുദ്ധ ബലിയില് പരിശുദ്ധ അമ്മ അപ്പോസ്തലന്മാരോടൊപ്പം ഏക മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെ, യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം അപ്പോസ്തലന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ചു കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയാ. ആ അമ്മ ഇന്നും നമ്മുടെ കുടുംബത്തിലുണ്ട്. അമ്മ നമ്മ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. വിളിച്ചാൽ വിളിക്കുന്നിടത്ത് ഓടിയെത്തുന്ന പരിശുദ്ധ കന്യകാ മറിയം. ഈ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ നാമം ഉരുവിടുമ്പോൾ ഉറപ്പാണ് സഹോദരങ്ങളെ, എല്ലാ അന്ധകാരവും നീങ്ങും. അന്ധകാരത്തിന് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉരുവിടുമ്പോൾ ഹൃദയത്തിൽ തട്ടിച്ചൊല്ലണം. ഓരോ നന്മ നിറഞ്ഞ മറിയമേ. നമ്മള് ഒരു സ്വർഗസ്വനായി 10 നന്മ നിറഞ്ഞ ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിയുന്നില്ല. അറിയാതെ അതിരത്തിൽ കൂടി അതിരവ്യാമം വരെ പുറപ്പെടുക. എന്നാല് എന്റെ സഹോദരങ്ങളെ, ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളില് പ്രാർത്ഥനാ മുറിയിലായിരുന്നു കൊണ്ട് കൈകൾ വിരിച്ച് 153 മണി ജപം ചെല്ലാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഏതു പ്രശ്നത്തിനും പരിഹാരം കിട്ടും. ഉറപ്പാ. പരിശുദ്ധ അമ്മ സെമ്മിഷം അവിടെ വരും. നമ്മൾ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, ദൈവമായ ശ്രേഷ്ഠ ജനത വേറെ എവിടെ ഉണ്ടെന്ന്. അതേ സഹോദരങ്ങളെ, ദൈവത്തെ വിളിച്ചാല് ഇന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് ഓടിയെത്തുന്നത് പരിശുദ്ധ അമ്മയാ. ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു മധ്യസ്ഥ പരിശുദ്ധ അമ്മ മാത്രമാണ്. ഉറപ്പാ. അതുകൊണ്ടാ 153 മണി ജപം ചൊല്ലി ഒന്ന് പരീക്ഷിച്ചു നോക്ക്. കർത്താവ് പറയുന്നു, ഒന്ന് പരീക്ഷിക്കാൻ സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന്
നിങ്ങൾ പരീക്ഷിച്ചറിയാൻ പറയുന്ന ഒരേ ഒരു ഇടത്ത് മാത്രമാണ് മലാക്കി പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തില് നിങ്ങൾ 153 മണി ജപം ചൊല്ലി. എന്റെ സഹോദര സഹോദരി, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പരിഹാരമുണ്ട്. തെക്കോട്ടും വടക്കോട്ടും ഓടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതിവിധിയുണ്ട്. അലഞ്ഞു നടക്കിയ ആമോസ് പ്രവാചകൻ പറഞ്ഞ കണക്ക് വചനത്തിന് വേണ്ടി നിങ്ങൾ ഉഴലുമെന്ന്. വേണ്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോ. ഇനി അപ്പോസ്തല പ്രവർത്തനം വായിക്കുന്നുണ്ട്, സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി തടവറയിലാക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ അവിടെ ഇടപെട്ട യേശു പറയുന്നുണ്ട് സാവൂളിനോട്. സാവൂൾ ചോദിക്കുന്ന, പ്രഭു അങ്ങാരാണ്? അവിടെ ഈശോ പറയുന്നത് മറുപടിയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. വ്യക്തതയോടുള്ള മറുപടിയാ. കാരണം കർത്താവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയെയും ഈ ലോകത്തിന്റെ അധികാരികൾ പീഡിപ്പിച്ചാൽ അവിടെ ക്രിസ്തു ഓടിയെത്തും. അതുകൊണ്ടാണ് സാവൂളിന് വ്യക്തമായി മറുപടി കൊടുത്തത്, സാവൂൾ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയ സാവൂളിന് കൊടുത്ത മറുപടിയാണ് കർത്താവായ ഈശോ. ആ ഈശോ ഇന്നും ജീവിക്കുന്നു. ഈശോയുടെ കൂടെ അയക്കുന്നതാണ് പരിശുദ്ധ അമ്മ. കാനായിലെ കല്യാണ വീടിന് നമ്മൾ കണ്ടു അമ്മയുടെ മാധ്യസ്ഥം. കാൽവരി കുരിശിൽ കിടക്കുമ്പോഴും ഈശോ പറഞ്ഞതാണ് യോഹന്നാൻ ശ്ലീഹയോട്, ഇതാ നിന്റെ അമ്മ. നമുക്ക് വേണ്ടി തന്ന പരിശുദ്ധ കന്യക മറിയം ഇന്നും നമ്മുടെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അമ്മ. ഈ അമ്മയോടുള്ള ഏറ്റവും വണക്കമുള്ള പ്രാർത്ഥനയാണ് ജപമാല. വിശുദ്ധ ഡൊമിനിക്കിന് കൊടുക്കുമ്പോൾ ലോകം മുഴുവൻ ചരിത്രത്തിൽ എടുത്തു നോക്കിയാല് ജപമാല ചെല്ലുന്ന വിശുദ്ധര് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയായിരുന്നു. ഒത്തിരി വിശുദ്ധരുടെ സാക്ഷ്യം. എന്റെ സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല. ഏറ്റവും ലളിതമായ പ്രാർത്ഥനയാണ് ജപമാല. സാത്താൻ ഏറ്റവും ഭയമുള്ള പ്രാർത്ഥനയാണ് ജപമാല. എന്നാൽ നമ്മിൽ പലർക്കും തീർക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥനാ മഞ്ജരിയാണ് ജപമാല. ഉറപ്പാണ് സഹോദരങ്ങളെ, 5 പേര് ഒരുമിച്ചിരുന്ന് ചെല്ലുമ്പോൾ അതിൽ 2 പേര് ഉറക്കം തൂങ്ങിയിരിക്കും. എന്തുകൊണ്ടാ? അവന് ഭയമാ സാത്താന്. ഇത് ചെല്ലി പൂർത്തീകരിക്കുന്നില്ല. ഒന്ന് പരീക്ഷിക്കുക. 153 ജപം. സഹോദരങ്ങളെ, മധ്യസ്ഥ പ്രാർത്ഥനക്കായി വിളിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു ഉപദേശം, വിശുദ്ധ ബലി കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് ജപമാല. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് കൈകൾ വിരിച്ച് ഈ 153 മണി ജപം ചെല്ലുന്നെങ്കിൽ ഏതൊരു ആവശ്യവും പരിശുദ്ധ അമ്മ നിറവേറ്റി തരും. ചെല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ അമ്മ അടുത്ത് വരും, ഉറപ്പാ. ഭക്തിയോടുകൂടി, ദൈവഭയത്തോടെ. ഞാൻ ആദ്യം പറഞ്ഞ യെശയ്യാ പ്രവാചന പുസ്തകം 66:2, ആത്മാവിൽ എളിമയുണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ ആ വിറയൽ വേണം. ദൈവവചനമാണ് നമ്മൾ ഉരുവിടുന്നുള്ള ഒരു ബോധ്യം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ, കർത്തൃപ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടി ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ ദൈവവചനമാണ് നമ്മൾ ഉരുവിടുന്നുള്ള ബോധ്യത്തോടുകൂടി, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ള പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടുകൂടി ഹൃദയത്തെ തട്ടി ചെല്ലുകയാണെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മറിയം ചെല്ലിയാൽ മതി, അത്ഭുതം നടക്കും. ഞാൻ പങ്കുവാക്കി പറയുന്നില്ല കേട്ടോ, കേൾവിക്ക് ഇമ്പളായി പറയുന്നതല്ല, അനുഭവിച്ചറിയുന്നത് കൊണ്ടാ. പരിശുദ്ധ അമ്മ ഏറ്റവും ഇഷ്ടത്തോടുകൂടി കൊണ്ടു നടക്കുന്നത് കൊണ്ടാ. കാരണം ഞാൻ അനുഭവിച്ചറിയാണ്, എനിക്കറിയില്ല. മണിക്കൂറുകൾ പിന്നിട്ടാലും മടുപ്പില്ല. ജപമാല ചെല്ലുമ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ഇരുന്ന് ജപമാല ചെല്ലുമ്പോഴുള്ള ആനന്ദം, അതാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്റെ സഹോദര സഹോദരി, നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ
അവിടെ ഇവിടെ അലയേണ്ട, നിങ്ങളുടെ കുടുംബത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഒരു 153 മണി ജപം ചെല്ലാൻ സമയം കണ്ടെത്തിയാൽ ഭക്തിയോടുകൂടി ധ്യാനിച്ച് ചെല്ലുന്നെങ്കിൽ ഉറപ്പാ നിങ്ങളെ ചോദിക്കുന്നത് ഏതൊരു കാര്യവും പരിശുദ്ധ അമ്മ തന്റെ പുത്രനിലൂടെ നിങ്ങൾക്കായി നൽകും. ഉറപ്പാ. നമുക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് വരാം. ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം ഈ ജപമാല മാസത്തിൽ ഏറ്റവും കൂടുതൽ ജപമാല ഭക്തി വണക്കം വർദ്ധിക്കട്ടെ, അമ്മയോടുള്ള ഭക്തി വർദ്ധിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ്. കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കട്ടെ. എന്തെല്ലാം കാര്യത്തിന് ഓടി നടന്നാലും ഇതിനപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥന കുടുംബത്തിൽ ഇല്ല കേട്ടോ. നമ്മുടെ കുടുംബങ്ങളിൽ ഇതിനപ്പുറത്തേക്കുള്ളൊരു ആയുധമില്ല ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി. നമ്മുടെ മക്കളെ, നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാൻ കടന്നു വരുന്ന അന്ധകാര ശക്തി. കാരണം 5 വർഷക്കാലം മുടങ്ങാതെ 12 മണിക്കൂർ തെരുവിലൂടെ ജപമാല റാലി നടത്തിയതിന്റെ അനുഭവം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാ. വൈദികരോടൊപ്പം പ്രഭാതത്തില് 8:30 മണി മുതൽ രാത്രി 8:30 മണി വരെ 12 മണിക്കൂർ നിർത്താതെ തെരുവുകളിലൂടെ നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ അനുഭവം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാ. 5 വർഷം. അതാ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. എല്ലാ അന്ധകാര ശക്തി കീഴടങ്ങും. 100 കണക്കിന് മദ്യപാനികളാ മദ്യപാനത്തിൽ നിന്ന് വിട്ടുവന്നത്. ഒരാളുടെങ്കിലും പോയി പറഞ്ഞിട്ടല്ല കേട്ടോ. കടന്നു പോകുന്ന വഴികളില്, ജപമാല ചൊല്ലി കടന്നു പോകുന്ന ഇടവഴികളില് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചക്തിയുടെ പീഡനത്താൽ പീഡിപ്പിക്കപ്പെടുന്ന യുവതലമുറയുണ്ടെങ്കിൽ അവരിൽ നിന്ന് അന്ധകാര ശക്തി വിട്ടുപോകും. അതുകൊണ്ട് ഒരു വൈദികൻ ഒരിക്കൽ പറഞ്ഞു, പരമാവധി ദൂരം നടന്ന് അവിടെയുള്ള എല്ലാ പിശാചിനെയും നമുക്ക് പിടിച്ചെടുക്കാന്ന്. 12 മണിക്കൂർ നടക്കുക കഠിനമാ. 1 മണി 2 മണി ദിവസത്തേക്ക് മുകളിലും ചൂട് താഴെ ചൂട്. പക്ഷേ ഇല്ലേ, അവിടെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മദ്യപാനാസക്തിയിലുള്ള അനേകം മക്കളെ നേടാൻ വേണ്ടി തുടങ്ങി വെച്ച ശുശ്രൂഷ 5 വർഷം പൂർത്തീകരിച്ചു. സഹോദരങ്ങളെ, നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഓരോ വ്യക്തിക്കുമുള്ള ഉത്തരമാണിത്. പരിശുദ്ധ അമ്മ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പുത്രൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് 153 മണി ജപം ഈ 31 ദിവസം ജപിക്കുന്നുണ്ടെങ്കിൽ സഭ പറയുന്നുണ്ട് 10 ദിവസമെങ്കിലും ജപമാല പ്രാർത്ഥനയും മുടങ്ങിയ ദണ്ഡവിമോചനം നമുക്ക് സഭ അനുവദിക്കുന്നുണ്ട്. സഹോദരി 10 ദിവസം മുടങ്ങാതെ വ്യക്തിപരമായിട്ട് 153 മണി ജപം ചെല്ലു. നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിറവേറ്റി തരും പരിശുദ്ധ അമ്മ. ഉറപ്പാ. നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട് നിർത്തിയത് യാക്കോബിന്റെ 12 മക്കള്, 12 ഗോത്രങ്ങള്. ആ 12 ഗോത്രങ്ങളില് 2 പേരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞു മാറ്റുക. ഒന്ന് യൂദയെ, ഒന്ന് ജോസഫിനെ. യൂദയെ തിരഞ്ഞെടുക്കുന്നത് യൂദയുടെ വംശാവലിയില് യേശുക്രിസ്തുവിന്റെ വംശാവലി കണ്ണിയാകാനായിട്ട് ദൈവം തിരുമനസ്സാകുന്നു. അങ്ങനെ യൂദയുടെ മരുമകളിൽ നിന്നും പെരസ് ജനിക്കുന്നു. ആ പെരസിന്റെ തലമുറ ദാവീദിൽ ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെ ആദ്യത്തെ വംശാവലിയില് ആ 14 ഗോത്രങ്ങളില് യൂദ കണ്ണിയാകുകയാണ്. അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള 14 തലമുറകളില് യാക്കോബിന്റെ പുത്രന്മാരിൽ യൂദയായെ ദൈവം അനുഗ്രഹിക്കുകയും യൂദയിൽ നിന്ന് പെരസ് ജനിക്കുകയും ആ പെരസിന് തലമുറ ജസ്സയിൽ അവസാനിക്കുകയും ജസ്സേ പുത്രനായ ദാവീദിൽ ചെന്ന് നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചു പോകുന്ന വഴികൾ അതാണ്. ഇന്നിപ്പോൾ നമ്മൾ യാക്കോബിന്റെ പുത്രന്മാരിൽ 2 പേരായ യൂദയെയും ജോസഫിനെയും കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടു. ജോസഫിനെ അസൂയ മൂലം സഹോദരന്മാര് അറബികൾക്ക് വിൽക്കുകയും അങ്ങനെ 14 വർഷങ്ങളത്തെ പീഡനത്തിനൊടുവില് ഫറവോയുടെ അധിപതിയാവുന്നു. അതിനിടക്കിടന്ന സംഭവത്തിന്റെ വ്യക്തമായ ഒരു രൂപരേഖ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് തന്നിരുന്നു. ജോസഫിന് ഒരു കുറവുണ്ടായിരുന്നു. കുറവല്ല, ഒരു അനുഗ്രഹം. മറ്റുള്ളവർക്ക് അത് കുറവായി തോന്നി. കാരണം ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു. സ്വപ്നങ്ങളൊക്കെ സഹോദരന്മാർക്കും പിതാവിനൊക്കെ അസ്വസ്ഥ ഉണ്ടാക്കി. എന്നാൽ അതിന്റെ പൂർത്തീകരണം
14 വർഷങ്ങൾക്ക് ശേഷമാണ് നിറവേറ്റപ്പെടുന്നത്. ഈ സ്വപ്നങ്ങളുടെ ആളായ ജോസഫ് സഹോദരന്മാര് അറബികൾക്ക് വിറ്റ് 20 വെള്ളി നാണയത്തിന് ആ അറബികള് ഫറവോയുടെ കാര്യസ്ഥനായിരുന്ന പൊന്തിഫറിന് വിൽക്കുന്നു. പൊന്തിഫറിന്റെ കുടുംബത്തിൽ ചെന്ന് ജോസഫ് അവിടെ പൊന്തിഫറിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുകയും അവനിലൂടെ പൊന്തിഫർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പൊന്തിഫർ തന്റെ കുടുംബത്തിന്റെയും എല്ലാ കാര്യങ്ങളും ചുമതലയും ജോസഫിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ പാപത്തിന്റെ വഴി കടന്നു വന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ഒരു പീഡനത്തിന്റെ ഒരു നാളുണ്ട് നമുക്ക്. ഇവിടെയും ജോസഫ് പരീക്ഷിക്കപ്പെടുകയാണ്. ആ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ മുമ്പിൽ തെറ്റുകാരനാകാതെ ലോകത്തിന് മുമ്പിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടി വന്ന ജോസഫ്, നമ്മള് ദാനിയേലിന്റെ പുസ്തകത്തില് ഒരു സൂസനെ കാണുന്നുണ്ട്. അവിടെയും സൂസന്ന തെറ്റ് ചെയ്യാതിരുന്നിട്ടും കുറ്റക്കാരിയെ വിധിക്കുകയും വധിക്കപ്പെടാൻ പോകുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ബാലനായിരുന്ന ദാനിയേൽ പ്രവേശിക്കുകയും കുറ്റക്കാരെ കണ്ടെത്തി വിചാരണ ചെയ്ത് ശ്രേഷ്ഠന്മാരെ വധിക്കുകയും ചെയ്യുന്നത് അവിടെ ഒരു ചരിത്രം. എന്നാൽ ഇവിടെയും ജോസഫ് കുറ്റം ചെയ്തിട്ടില്ല എങ്കിലും കുറ്റക്കാരനെ വിധിക്കപ്പെടുകയും അങ്ങനെ ഫറവോയുടെ തടവറയിൽ എത്തിയപ്പെടുകയും ചെയ്തു. അത് ദൈവിക പദ്ധതിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പീഡനങ്ങളും സഹനങ്ങളും വരുമ്പോൾ ദൈവത്തെ പഴിക്കാതെ ഒരു നന്മയുടെ വഴി നമുക്കുണ്ട്. ഒരിക്കലടുത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു, ഇതും കടന്നു പോകും. എന്നെ ചിന്തിപ്പിച്ചു അത്. കാരണം ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾ കരയുമെന്ന് വചനം പറയുന്നുണ്ട്. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ സന്തോഷിക്കപ്പെടും. അത് ദൈവത്തിന്റെ ഒരു കൃപയാ, ദൈവത്തിന്റെ ഒരു ദാനമാ. എല്ലാ കാലവും ഒരാളെ പീഡിപ്പിക്കപ്പെടില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, 430 വർഷക്കാലത്തെ പീഡനത്തിനൊടുവിലാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന വായിക്കുന്നുണ്ട്. ഇവിടെ ജോസഫ് പൊത്തിഫറിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ കുറ്റക്കാരനെ പിടിക്കപ്പെടുമ്പോൾ അവനെ ഫറവോയുടെ തടവറയിലെത്തിക്കുകയും അവിടെ തടവറയിൽ ചെന്നപ്പോൾ ആ തടവറ അധികാരികളുടെ മുമ്പിൽ ജോസഫിനിൽ പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാകുകയും അങ്ങനെ ജോസഫിനെ തടവുടികളുടെ എല്ലാ ചുമതലകളും ഏൽപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് അവിടെ ഫറവോയുടെ 2 ശ്രേഷ്ഠന്മാർ അവിടെ ശിക്ഷിക്കപ്പെട്ടാണ് വരികയാണ്, തടവറയിൽ വരികയാണ്. ഒന്ന് പാനപാത്രവാഹകനും പാചകക്കാരനും. വിധി നടന്നിട്ടില്ല. അവർ 2 പേരും കുറ്റക്കാരാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി താൽക്കാലികമായി തടവറയിലേക്ക് വിടുകയാണ്. ആ തടവറയിൽ എത്തുന്ന അവരുടെ സ്വപ്നങ്ങള് ജോസഫ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്വപ്നങ്ങള് വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ പാനപാത്രവാഹകൻ രക്ഷിക്കപ്പെടുകയും പാചകക്കാരൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. ജോസഫ് അവർ 2 പേരും കണ്ട സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നൽകിയപ്പോൾ ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അത് പിന്നീട് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന വിചാരണയിൽ പാനപാത്രവാഹകൻ രക്ഷിക്കപ്പെടുകയും അവൻ ഫറവോയുടെ പാനപാത്രവാഹകനായി ജോലി പ്രവേശിക്കുകയും ചെയ്തു. പാചകക്കാരനായ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് ജോസഫ് വ്യാഖ്യാനം നൽകിയതുപോലെ തന്നെ ആ പാചകക്കാരകൻ ശിക്ഷിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജോസഫ് പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് ഈ സ്വപ്നങ്ങളെല്ലാം വ്യാഖ്യാനിച്ച് ഞാൻ തന്നു, നീ ഫറവോയുടെ കൊട്ടാരത്തിൽ വീണ്ടും പ്രവേശിക്കും. അപ്പോൾ നീ എന്റെ കാര്യമൊന്നും ഫറവോയോട് പറഞ്ഞിട്ട് എന്നെ ഈ തടവറയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. എന്നാൽ നമ്മെപ്പോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ കർത്താവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കും, നൊവേന കൂടിയും മറ്റുമൊക്കെ നേർത്തിട്ടൊക്കെ. പിന്നീട് നല്ല സമയം വരുമ്പോഴോ നമ്മളതൊക്കെ മറക്കും. ഇവിടെ പറയുന്നുണ്ട്, ഈ 40-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തില് 14-ാം തിരുവചനത്തില് ജോസഫ് ഈ തടവുകാരനോട് പറയാണ്. കാരണം ഫറവോയുടെ പാനപാത്രവാഹകൻ താൻ കണ്ട സ്വപ്നപ്രകാരം അടുത്ത ദിവസം വിചാരണയിൽ മോചിപ്പിക്കപ്പെടുകയും ഫറവോയുടെ പാനപാത്രവാഹനായി ഉദ്യോഗത്തിൽ കയറുകയും ചെയ്യും എന്ന് ജോസഫ് ഇയാൾക്ക് സ്വപ്നം വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ അതേപോലെ സംഭവിക്കുന്നുണ്ട്. അതിനു മുമ്പ് ജോസഫ് അവനോട് പറയുന്നൊരു വാക്കുണ്ട് 14-ാം അധ്യായത്തില്, നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം, എന്റെ കാര്യം ഫറവോയുടെ മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഹെബ്രായരുടെ നാട്ടിൽ നിന്നും അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടക്കത്തക്ക വിധത്തിലുള്ള ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്.
വ്യാഖ്യാനമൊക്കെ ശുഭകരമായി സംഭവിച്ചു. പക്ഷെ ഈ വിചാരിപ്പുകാരൻ അത് മറന്നങ്ങോട്ട് പോയി. പിന്നെ കർത്താവ് വിടുവോ? കർത്താവ് മറക്കൂല തോന്നുന്നു. കർത്താവ് അതിനെല്ലാം ഫലം. നമ്മൾ ഓരോ ചെയ്യുന്ന സൽപ്രവർത്തികൾക്കും കർത്താവിന്റെ മുമ്പിൽ കണക്ക് പുസ്തകം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചെയ്യുന്ന തിന്മയ്ക്കും കണക്ക് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ജോസഫ് ചെയ്ത നന്മയ്ക്ക് എപ്പോഴാണ് പ്രതിഫലം കിട്ടുന്നത്? ഫറവോയുടെ സ്വപ്നം കാണുകയാ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഫറവോ സ്വപ്നം കാണുകയാ. ഒരു കാലഘട്ടത്തിന്റെ, ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണ് അവിടെ സംഭവിക്കാൻ പോണത്. ഫറവോ കണ്ട സ്വപ്നം ഇപ്രകാരമായിരുന്നു. ഫറവോ സ്വപ്നം കാണുന്നത് 41 അധ്യായത്തില് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഫറവോയുടെ സ്വപ്നം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തില് ഫറവോ കണ്ട സ്വപ്നം ഇപ്രകാരമായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം മെലിഞ്ഞ വിരൂപമായ വേറെ 7 പശുക്കൾ കൂടി കയറി വന്നു. മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ വിരൂപമായ പശുക്കൾ കൊഴുത്ത അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. ആദ്യം കണ്ട സ്വപ്നം. ഇനി അടുത്ത ദിവസം വീണ്ടും ഒരു സ്വപ്നം കണ്ടു. അവൻ ഇപ്രകാരം കണ്ടത്, 7 കതിരുകൾ. കണ്ടോ? അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറെ സ്വപ്നം കണ്ടു. ഒരു തണ്ടിൽ പുഷ്ടിക്കുകയും അഴകുമുള്ള 7 ധാന്യക്കതിരുകൾ വളർന്നു വന്നു. തുടർന്ന് 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും അഴകുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇവ രണ്ടിടത്തും സംഭവിക്കുന്നത് ഒരേപോലെ തന്നെയാണ്. അഴകുള്ളതിനെ ശോഷിച്ചവ വിഴുങ്ങിക്കളഞ്ഞു. ഇനി കരുത്തുള്ളവയെ ശോഷിച്ചവ വിഴുങ്ങിക്കളഞ്ഞു. 2 സ്വപ്നങ്ങളും ഒരേ രീതിയിൽ. ഇനി സംഭവിച്ചത് എന്താ? ഈ സ്വപ്നങ്ങളുടെ അർത്ഥം അറിയാൻ വേണ്ടി ഫറവോ തന്റെ കൊട്ടാരത്തിലുള്ള മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ചു. ഇവിടെ പറയുന്നുണ്ട്, ഫറവോ നേരെ പോലെ എന്താപ്പോൾ ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും 8-ാം വചനത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തന്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കണ്ടോ? ഈജിപ്തിലുള്ള ഒരു ജ്ഞാനികൾക്കും ഫറവോ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഫറവോയുടെ പാനപാത്രവാഹകൻ ജോലി പ്രവേശിച്ച് ഫറവോയുടെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ഈ സംഭവം, ഫറവോ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനിക്കാൻ നൽകാൻ ആർക്കും കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഈ പാനപാത്രവാഹകൻ ഫറവോയുടെ മുമ്പിൽ ചെന്ന് ഉണർത്തുകയാണ്, ഞാൻ തടവറയിലായിരിക്കുമ്പോൾ ഒരു ഹെബ്രായനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു തടവുള്ളിയായിട്ട്. ഞാനും വിചാരിപ്പുകാരനും പാചകത്തിന്റെ ചുമതല വഹിക്കുന്നവരും തടവറയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ 2 പേരും 2 തരത്തിലുള്ള സ്വപ്നം കണ്ടു. 2 പേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചെന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു ഹെബ്രായൻ. അവൻ പറഞ്ഞ കാര്യത്തില് എനിക്ക് വേണ്ടി തന്ന ആ സ്വപ്ന വ്യാഖ്യാനം നിറവേറ്റപ്പെട്ടു. അങ്ങയുടെ പാനപാത്രവാഹനായി എന്നെ തിരികെ എടുത്തു. ആ മനുഷ്യനെ വിളിപ്പിച്ചാൽ ആ മനുഷ്യന് അങ്ങയുടെ സ്വപ്നത്തിലുള്ള ഉത്തരം നൽകാൻ കഴിയും. അങ്ങനെ ഫറവോ ജോസഫിനെ ഫറവോയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ 40-ാം അധ്യായത്തില് ഇപ്പൊ പറഞ്ഞു, അപ്പോൾ ഫറവോ ജോസഫിനെ ആളെ അയച്ചു വരുത്തി. 14-ാമത്തെ തിരുവചനം, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 14. അപ്പോൾ ഫറവോ ജോസഫിനെ ആളെ അയച്ചു വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷവരം ചെയ്ത് ഉടുപ്പ് മാറി ഫറവോയുടെ മുമ്പിൽ ഹാജരായി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. ജോസഫ് ഉടനെ പറയാണ് ഈ വചനം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. ഇവിടെ ഫറവോയുടെ മുമ്പിലായി വന്ന ജോസഫ് ഫറവോയ്ക്ക് കൊടുക്കുന്ന ഉത്തരമാണ്. 16-ാം അധ്യായത്തില് ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. കേട്ടോ? വിശുദ്ധ സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്, അവൻ വളരണം, ഞാൻ ചെറുതാകണം. ആരാണ്? യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാനോട് നീയാണോ വരാനിരിക്കുന്ന രക്ഷകൻ ചോദിച്ചപ്പോൾ ഞാൻ അവനല്ല. ഒത്തിരി നമ്മളെ കേട്ടതാ. ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമാ, താൻ വളരണം, തനിക്ക് മുകളിൽ ആരും വരാൻ പാടില്ല, തന്നെയൊക്കെ മേൽ ആരും ആക്കാൻ പാടില്ല. ഇവിടെ
ഈ വചനത്തിന് വളരെ പ്രസക്തിയാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഞാൻ ചെറുതാകണം. ഞാൻ അവനല്ല, ഞാൻ അവന് വഴിയൊരുക്കാൻ വന്നതാ. ഇവിടെ ജോസഫ് ഈജിപ്തിന്റെ അധിപതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ജോസഫിന് ഒരു അംഗീകാരമുണ്ട്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവനാണെന്ന് ഫറവോയുടെ കൊട്ടാരത്തില് പാനപാത്രവാഹകൻ വ്യക്തമായി അവനോട് ഉത്തരം കൊടുക്കുകയാണ്. കാരണം എന്റെ അനുഭവത്തില് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഈ എബ്രായൻ. അവിടെ ജോസഫ് ഫറവോയുടെ മുമ്പിൽ വരുമ്പോൾ അത് എന്റെ കഴിവല്ല, എനിക്ക് കഴിയില്ല. എന്നാൽ ഫറവോയ്ക്ക് വ്യാഖ്യാനം നൽകാൻ ജീവിക്കുന്നവനായ ദൈവത്തിന് കഴിയും. ജീവിക്കുന്ന ദൈവത്തിന് കഴിയും, ജീവിക്കുന്ന ദൈവത്തിന്. അതാണ് ഏലിയ പ്രവാചകൻ അഹാവ് രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജസബല രാജ്ഞി പോറ്റി വളർത്തിയ 450 പ്രവാചകരും 150 പുരോഹിതന്മാരും ഒരുമിച്ച് കൂടി അവരുടെ ദേവന് വേണ്ടി ബലിപീഠ പണിയുമ്പോൾ കർത്താവിന്റെ ദാസനായ ഏലിയ മാത്രം അഹാവ് രാജാവിന്റെ മുമ്പിൽ നിന്ന് പറയാണ്, എനിക്കും നിന്റെ ഭാര്യ ജസബല രാജ്ഞിയുടെ മാറ്റി വളർത്തുന്ന പ്രവാചകർക്കും വേണ്ടി ഒരു ബലിപീഠം പണിയുക, രണ്ടുപേർക്കും ബലിവസ്തു കൊടുക്കുക. ആരുടെ ബലിവസ്തു സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുന്നുവോ ആ ദൈവമായിരിക്കും ദൈവമെന്ന് അഹാവിന്റെ രാജാവിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച ഏലിയ പ്രവാചകൻ. കാരണം ഏലിയ പ്രവാചകന് ഉറപ്പുണ്ട്, ദൈവം ജീവിക്കുന്നവനായ ദൈവം, അബ്രഹാത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോവിന്റെ ദൈവം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഏലിയയ്ക്ക് ഉറപ്പുണ്ടായത് കൊണ്ടാണ് അഹാവ് രാജാവിന്റെ മുമ്പിലും ജസബല രാജ്ഞി കൊല്ലാൻ നടന്ന ജസബല രാജ്ഞിന്റെ മുമ്പിലും വെല്ലുവിളിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ ബലിപീഠം ഒരുക്കി. ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ച മാത്രയിൽ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി. അവിടെ വലിയ വലിയ അത്ഭുതം നടന്നു. ജോസഫിന് ഉറപ്പുണ്ട്. കാരണം ജോസഫിന്റെ പിതാവായ യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചു, യാക്കോബിന്റെ പിതാവ് ദൈവത്തിൽ ആശ്രയിച്ചു, ഇസഹാക്ക് ദൈവത്തിൽ ആശ്രയിച്ചു, അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. അവരുടെ എല്ലാം ദൈവമാണ് ഈ യാക്കോബാണ്. നിന്റെ പിതാക്കന്മാരായ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെ ദൈവമാണെന്ന് യാക്കോബിന് പറയുമെങ്കിൽ യാക്കോബിനെ പരിപാലിച്ച ദൈവത്തിന്റെ സംരക്ഷണം ജോസഫിന് അറിയാം. തന്നെ ഈ വഴിയിലൂടെ നടത്തുന്നതെല്ലാം ദൈവമാണെന്ന് ജോസഫിന് അറിയാം. അതുകൊണ്ടാണ് അവിടെ ജോസഫ് പറയുന്ന വചനം ഇതാണ്, മനസ്സിൽ കുറിച്ചിടുക. 16-ാമത്തെ വാക്യത്തില് ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. അങ്ങനെ ഫറവോ ജോസഫിനടുത്ത് തന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുക. ആ വ്യാഖ്യാനത്തിന്റെ ഒടുവില് ഇവിടെ 25 അധ്യായത്തില് അത് വായിക്കുന്ന, വീണ്ടും നിങ്ങൾ വായിക്കുക. ഇത് മുഴുവൻ വായിക്കാൻ പോയി ഒരിടത്തും എത്തൂല. ഇവിടെ 16-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് സ്വപ്നങ്ങള് ഫറവോ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ ഒടുവിൽ ജോസഫ് മറുപടി പറയുന്നുണ്ട്. 25-ാമത്തെ അധ്യായത്തിൽ അപ്പൊ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ്. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷമാണ്. നമ്മൾ വായിച്ചു കേട്ടു, 7 കൊഴുത്ത പശുക്കൾ കയറി വരുന്നത് നീ കണ്ടു, അത് 7 വർഷമാണ്. ഇനി അടുത്തത് 7 നല്ല കതിരുകളും 7 വർഷം തന്നെയാണ്. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞവയും വിരൂപയുമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരുന്ന പതിര് നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിന്റെ 7 വർഷമാണ്. ഞാൻ അങ്ങയോട് പറയുന്നത് പോലെ ദൈവം ചെയ്യാൻ പോകുന്ന എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. ഫറവോ 2 സ്വപ്നങ്ങൾ കണ്ടു. ആ 2 സ്വപ്നങ്ങളില് രണ്ടും ഒന്ന് തന്നെ ആണ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. 7 കൊഴുത്ത പശുക്കളും 7 കതിരുകളും വരാനിരിക്കുന്ന 7 വർഷത്തിന്റെ സമ്പന്നതയെ പ്രതീകമാക്കി കാണിക്കുന്നതാണ്. 7 വർഷം വിളവിന്റെ ദിവസമാണ്. 7 വർഷം. ഇനി ഈ 7 വർഷം കഴിയുമ്പോൾ വലിയൊരു ക്ഷാമം നാട് മുഴുവൻ വ്യാപിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം. കാരണം ശോഷിച്ച 7 കതിരുകളും ശോഷിച്ച പശുക്കളുടെയും പ്രതീകം ഈ 7 വർഷത്തെ സമ്പന്നതയ്ക്ക് ശേഷം 7 വർഷം വലിയൊരു ക്ഷാമം നാട്ടിലേക്ക് വരും. ആകയാൽ അങ്ങ് ഇപ്രകാരം ചെയ്യുക, ഈ സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങളില് ഈജിപ്തിന്റെ എല്ലാ കലവറകളിലും ധാന്യം സൂക്ഷിച്ച് കരുതലോട്ട് വെക്കുക. നമ്മൾ പലപ്പോഴും കരുതൽ അല്ലേ, പക്ഷെ പലർക്കും ഇന്ന് അതിന് കഴിയുന്നില്ല. എന്നോട് പലരും പറയുന്നുണ്ട്, ഒത്തിരി പണിയെടുക്കുന്നുണ്ട്, ഒന്നും മിച്ചമില്ലെന്ന്. പല ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്,
15-ാം തീയതി കഴിയുമ്പോ കയ്യിലെ പൈസ മുഴുവൻ തീരുമെന്ന്. ഒരിക്കല് എൻ്റെ ഒരു സഹോദരൻ നാൽബേസ് ജോലിയുള്ളതാ, ഭാര്യ ടീച്ചർ, രണ്ടുപേർക്കും കൂടി ഏകദേശം അന്ന് 75,000 മേലെ രൂപ ശമ്പളം കിട്ടും. എന്നാല് 10-ാം തീയതി മുതൽ രണ്ടുപേരും വരും ബസ് കാശ് വാങ്ങിക്കാൻ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? തോമസേ ഒന്നും പറയണ്ട, സംഭവിച്ചു പോയി. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക്, നല്ലൊരു ഭക്ഷണം വാങ്ങിച്ച് എന്റെ മക്കൾ കൊടുക്കാൻ കഴിയില്ലെന്ന്. എന്തുകൊണ്ടാ? പദ്ധതി ഇല്ലാത്തത് കൊണ്ടാ. വരുമാനത്തിൽ കൂടുതൽ ചെലവ് കണ്ടെത്തിയപ്പോൾ അത് താങ്ങാൻ പറ്റാത്തതായി. മറ്റുള്ളവന്റെ വാക്ക് കേട്ടുകൊണ്ടേ വീട് പണി തുടങ്ങിയിട്ട് തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ കാണുന്നിടത്തെല്ലാം കടം വാങ്ങിച്ച് കൂട്ടിയപ്പോൾ ശമ്പളം കിട്ടുന്ന മുഴുവൻ പൈസയും കട്ടിങ്ങായി. നീ കിടക്കാൻ ഒരു വീര ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. സഭാപ്രസംഗം പറയുന്നത് കൂരയാണ് ആവശ്യമുള്ളത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് ദൈവഭക്തി വലിയ നേട്ടമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നതല്ല, ഇത് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഉപദേശങ്ങളാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവത്തിന്റെ വചനമോ അതിന്റെ ശക്തിയോ തിരുവാതി വചനമോ അറിയാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിന്റെ വചനം ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ച്, ദൈവവചനം അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാക്കിതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:3 ഏകസത്യദേവമായ അവിടത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ അറിയണം. ദൈവത്തെ അറിഞ്ഞാല് ദൈവഭയം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാല് ജീവിതത്തില് ക്രമവും ചിട്ടയും ഉണ്ടാകും, ഉറപ്പാ. ഇവിടെ ഫറവയ്ക്ക് കൊടുത്ത ഉത്തരം 7 വർഷം സമ്പന്നതയുടെ സമയങ്ങളില് ധാന്യമണികൾ കലവറയിൽ സൂക്ഷിക്കുക. ഇവിടെ ഇതിന്റെ അവസാനം ഒരു വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. ജോസഫ് പറഞ്ഞനുസരിച്ച് ജോസഫ് വ്യാഖ്യാനം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിയന്ത്രിച്ച് നടത്താൻ ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഈ സമൃദ്ധിയുടെ ഈ 7 വർഷത്തില് രാജ്യത്തിന്റെ ഭരണ ചുമതല ഈ ധാന്യങ്ങളും മറ്റും സമ്പത്തും ശേഖരിച്ചു വെക്കാൻ കാര്യപ്രാപ്തിയുള്ള ഒരാളെ കണ്ടുപിടിച്ച് അങ്ങ് നിയമിക്കണമെന്ന് ജോസഫ് ഉപദേശിക്കുക ഫറവോട്. അപ്പൊ ഫറവോ ചിന്തിക്കുന്നുണ്ടാണ്. ഇവിടെ 37-ാമത്തെ തിരുവചനത്തിൽ വരുമ്പോൾ ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കൊള്ളിക്കൊടുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഇതാണ് ക്രിസ്ത്യാനി. ഇവിടെ ജോസഫിനെ നമ്മളിവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഓരോ ക്രിസ്ത്യാനി ലോകത്തിനോട് കണ്ട ഉപദേശകരാ. ഈ തിന്മയുടെ ലോകത്തില് നമ്മൾ ഞാൻ ഉറപ്പായി പറയാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി ലോകത്തിന് ഉപദേശം കൊടുക്കേണ്ടവരാ, അറിവ് കൊടുക്കേണ്ടവരാ. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ടേ, ആദ്യമായിട്ട് ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ കാരണം അവരുടെ ജീവിതചര്യ കൊണ്ടുണ്ടാ. ക്രിസ്ത്യാനികൾ എന്ന അപ്പോസ്തലന്മാരെ അന്ത്യോക്യയിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതചര്യ കണ്ട് ലോകം വിളിച്ചു പറഞ്ഞ പേരാണ് ക്രിസ്ത്യാനികൾ എന്ന്. ഇന്നും അത് കഴിയും. ഇവിടെ ജോസഫിനെ പറ്റി ഫറവോയും ഫറവോയുടെ സേവകന്മാരും കൂടി പറയണ, ദൈവത്തിന്റെ ആത്മാവ് കൂടിയുള്ള ഇവനേക്കാൾ ശ്രേഷ്ഠ വേറെ ഒരാൾ ഉണ്ടാകില്ല. ഇവിടെ ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യങ്ങളെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എന്റെ വീടിന് മേലാളായിരിക്കും. എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു. അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവന് മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന്റെ മുഴുവൻ അധിപനാക്കി. കണ്ട, ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ. ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനി ആകൂല. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും ഓരോ മിഷണറിയാ. ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ. 700 കോടി പരം ജനമുള്ള ഈ ഭൂമിയില് ഞാനും നിങ്ങളും കർത്താവിന് സാക്ഷികളാവേണ്ടവരാ.
പ്രഘോഷിക്കേണ്ടവരാ, കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ. ഇവിടെ യാക്കോബിന്റെ 12 മക്കളില് ജോസഫിനെ ദൈവം തെരഞ്ഞെടുത്ത് അവൻ കടന്നുപോകുന്ന വഴികളിലെല്ലാം ദൈവഭയമുള്ളവനായിരുന്നു കൊണ്ട് പാപത്തിൽ വീഴാതെ തനിക്ക് വരേണ്ടയുള്ള സഹിക്കേണ്ടവരുടെ പീഡനങ്ങളെല്ലാം സഹിച്ച് കടന്നു പോയത് കൊണ്ടാണ് ഇവിടെ ഈജിപ്തിന്റെ അധിപതിയായി, ഈജിപ്തിന്റെ രാജാവായിരുന്ന ഫറവോയ്ക്ക് താഴെ എന്നാൽ ഒപ്പവും ആയിരുന്നവൻ തീരുമാനങ്ങൾ എടുക്കാൻ സർവ അധികാരവും കൊടുത്തുകൊണ്ട് ഈജിപ്തിന്റെ അധിപതിയായി വാഴുന്ന ജോസഫ്. ദൈവം ഇത്രമാത്രം കാരുണ്യ കാട്ടത്. കാരണം ദൈവത്തെ വിട്ട് ഒരു പ്രവൃത്തി ചിന്തിച്ചില്ലവൻ. ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് ഒരു വാക്ക് പോലും ഉച്ചരിച്ചില്ല. ദൈവം തന്നെ സൃഷ്ടിച്ചു. യോബ് പറഞ്ഞില്ലേ, ദൈവം തന്നു ദൈവം എടുത്തു. ദൈവത്തിന് സ്തോത്രം. കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? അതാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ടേ, എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിനക്കുള്ളത്? ദാനമായി കിട്ടിയതല്ലാതെ മറ്റൊന്നുണ്ട്. എല്ലാം ദാനമായിരിക്കാൻ നീ എന്തിനാ അഹങ്കരിക്കണത്? ഒരു മൂടി ഇഴ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ കഴിയാത്ത മനുഷ്യ, നിനക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. ദൈവത്തിന്റെ ദാനമാ ഓരോ നിശ്വാസവും. നിന്റെ കണ്ണി ഇമ ഇടയുന്നത് പോലും ദൈവത്തിന്റെ ദാനമാ. ചിന്തിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും കണ്ണടയ്ക്കുന്നു തുറയ്ക്കുന്നു. മനുഷ്യനിർമ്മിതമാണെങ്കിൽ നടക്കുവോ? മനുഷ്യനിർമ്മിതമാണ് ശരീരമെങ്കിൽ നടക്കുവോ ഇതുപോലെ കൊണ്ടുനടക്കാൻ? അപ്പോൾ എല്ലാം ദൈവം തന്നതാ. നിന്റെ ബുദ്ധി, കഴിവ്, മേന്മ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ് ലേഖനത്തിൽ പറയുന്നത്, എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിനക്കുള്ളത്? ദാനമായി കിട്ടിയതല്ലാതെ മറ്റൊന്നുണ്ട്. എല്ലാം ദാനമായിരിക്കാൻ നീ എന്തിനാ അഹങ്കരിക്കണത്? ഒന്നുമില്ല. തീമോഥെയോസിന്റെ ലേഖനത്തില് എഴുതിയിരുന്നു, ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല. വസ്ത്രവും ഭക്ഷണമുണ്ടെങ്കിൽ. സഭാപ്രസംഗം പറയാണ്, പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കയറിക്കിടക്കാൻ ഒരു കൂരയും. അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടി എഴുതി ചേർത്തുണ്ട്, അന്യന്റെ വീട്ടിലെ വിഭവസമൃദ്ധമായ സദ്യയേക്കാൾ സ്വന്തം കൂരയ്ക്ക് കീഴിലുള്ള ദാരിദ്ര്യമാണ് മനുഷ്യന് മേന്മയായിട്ടുള്ളത്. അത്രമാത്രം എഴുതി വെച്ച കർത്താവ് ഇവിടെ ജോസഫിനെ അനുഗ്രഹിക്കുക, ഫറവോയുടെ അധിപതിയാക്കി. ഞാൻ ആദ്യം പറഞ്ഞു, യാക്കോബിന് 12 മക്കൾ. മൂത്തവൻ റൂബൻ, ശിമയോൻ, ലേവി, യൂദ. ഇസ്കാർ, സെബുലൂൻ 6 മക്കള്. മൂത്തവൾക്ക് ലേഖ ജനിച്ചു. 2 ഭാര്യമാർക്കൊണ്ട് 2 ദാസിമാര് ജനിച്ചു. ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. ഇനി യാക്കോബ് സ്നേഹിച്ച റാഹേലിന് വാർദ്ധക്യത്തിൽ ജനിച്ചതാണ് ജോസഫും ബെഞ്ചമിനും. ജോസഫിനെ ദൈവം കൂടുതൽ അനുഗ്രഹിച്ചു. യാക്കോബ് കൂടുതൽ ജോസഫിനെ സ്നേഹിച്ചു. സഹോദരന്മാർക്ക് അസൂയ ജനിക്കാൻ കാരണം അവിടെയാ. എന്നാൽ ദൈവം ജോസഫിനെ അനുഗ്രഹിച്ചത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൗതിക അധിപതിയായി ഫറവോയുടെ കൊട്ടാരത്തിൽ അഭിഷേകം ചെയ്യാനായിട്ട് ഇടയാക്കി. എന്നാൽ യൂദയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. യൂദയുടെ ഗോത്രത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. യൂദയുടെ തലമുറയിൽ നിന്നും പെരസിൽ നിന്നും ജസ്സയുടെ പുത്രൻ ദാവീദ്, അങ്ങനെ ദാവീദ് മുതൽ യേശു ക്രിസ്തു വരെയുള്ള 42ാമത്തെ തലമുറ യേശു ക്രിസ്തു. രണ്ടുപേരെയും 2 വിധത്തിൽ അനുഗ്രഹിക്കുന്നതായിട്ട് ജെറമ്യാ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. അപ്പോ എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി എന്തെന്ന് വിഭജിച്ചറിയാനായിട്ട് കർത്താവിന്റെ കൂടെ ആയിരുന്നെങ്കിലേ കിട്ടുള്ളത്. ഓരോ ചുമതല ഓരോ ക്രിസ്ത്യാനിക്കും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആത്മാക്കളെ നേടാൻ വേണ്ടി. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണ്ടേ? എത്ര കോടി ആത്മാക്കളെ മോചനം കിട്ടാതെ പതറി കിടക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ അണക്കരയിലെ അച്ഛൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് അച്ഛന്റെ ജീവിതത്തില്. അച്ഛൻ സെമിനാരിൽ ചേർന്ന് 21 വയസ്സുള്ളപ്പോൾ അച്ഛന്റെ ഉള്ളില് പശുപാലന്റെ മുന്നിലേക്ക് ഒരു ആഗ്രഹം, വചനം പഠിക്കണമെന്ന്. അദ്ദേഹം തുടർന്ന് വചനം പഠിക്കാൻ തുടങ്ങി. അപ്പൊ വചനങ്ങൾ ഓരോന്നും മനഃപ്പാടമാക്കി. 2000-ൽ പരം വചനങ്ങൾ സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, പഠിച്ചു. അവിടെ അച്ഛൻ പറയുന്നത്, ദൈവവചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ കൃപ ചൊരിയാൻ തുടങ്ങിയെന്ന്. സെമിനാരിലെ മറ്റുള്ളവരൊക്കെ കളിയാക്കുമായിരുന്നു അദ്ദേഹത്തെ. അച്ഛൻ പറയാണ്, എന്നെ പലരും ജക്ഷമാശന്മാര് കളിയാക്കും. മുഴുവൻ സമയവും പഠിക്കേണ്ട പാഠ്യവിഷയം പഠിക്കുന്നതോടൊപ്പം വചനം പഠിക്കാൻ തുടങ്ങി. വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ
വലിയ കൃപകൾ അച്ഛനിലേക്ക് ചൊരിയാൻ തുടങ്ങി എന്നാണ് അച്ഛൻ സാക്ഷ്യപ്പെടുന്നത്. വലിയ കൃപ. അതാണ് ദൈവവചനം ആരിലേക്ക് വരുന്നു, അവർ ദൈവങ്ങളെന്ന് വിളിക്കുന്നു എന്ന് ഈശോ പഠിപ്പിച്ചെങ്കിൽ ദൈവവചനം ആരിലേക്ക് വന്നു? ഈ വചനങ്ങൾ പഠിക്കുകയാണെങ്കിൽ ദൈവം ചെയ്തതല്ല, ഈശോ പറഞ്ഞു ഞാൻ ചെയ്തതില്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ വായിച്ചു, ഈ സിക്കമോർ മരത്തോട് വേരോട് പിഴുത് കടൽ പോയി പതിക്കാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. എന്ത് ചെയ്യണം? കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അച്ഛൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ. വചനങ്ങൾ പഠിച്ച് ഇങ്ങനെ വന്നപ്പോൾ കോർന്നഥോസിലെ 12-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന ഭാഗമുണ്ട്. ആ ഫലങ്ങളിൽ ഓരോന്നും അച്ഛന് കിട്ടാൻ തുടങ്ങി, ആത്മാക്കളെ വിവേചിച്ചറിയാനായിട്ട്. കേട്ടാ, ഇത് ദൈവം കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അത് ഏറ്റവും പ്രാധാന്യമുള്ള. വചനം പഠിക്കണം, വചനം അറിയണം. കർത്താവിനെ അറിയണ്ടേ? ദൈവത്തെ അറിയുക എന്നുള്ള നിത്യജീവനെങ്കിൽ കർത്താവിനെ അറിയണമെങ്കിൽ ദൈവവചനം കേൾക്കണം. വിശ്വാസം കേൾവിയിലും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിലും. അപ്പൊ പ്രസംഗിക്കുന്നത് കേൾക്കണം. ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പൊ പ്രസംഗിക്കപ്പെടുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. അവിടെ പോയിരുന്ന് കേൾക്കണം, പഠിക്കണം. ഓരോ ക്രിസ്ത്യാനിയും വചനം പഠിക്കണം. ദൈവവചനം ആരിലേക്ക് വരുന്നുവോ അവിടെ അത്ഭുതങ്ങൾ, അടയാളം സംഭവിക്കും. ഇവിടെ ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചു, അവിടെ അവന് നീതിയായി പരിഗണിച്ചു. അവൻ ഫറവോയുടെ അധിപതിയായി. അങ്ങനെ ഫറവോയുടെ അധിപതിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്ന് പറയാൻ വിട്ടുപോയി. അങ്ങനെ ധാന്യക്കതിരുകള് ശേഖരിക്കാൻ തുടങ്ങി. 7 വർഷത്തെ സുഭിക്ഷതയിൽ ജോസഫിന്റെ നിർദ്ദേശാനുസരണം ഈജിപ്തിന്റെ എല്ലാ തലങ്ങളിലും വിളവുകളെല്ലാം ഇത് ജനം അറിയുന്നില്ല. ജനത്തിന് ഇത് വെക്കാൻ അറിയില്ല. ഫറവോയ്ക്കും ഫറവോയുടെ അധിപതിമാർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. വിളവിന്റെ എല്ലാ ഫലങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. ഇവിടെ 41-ാം അധ്യായത്തില് 49-ാമത്തെ വചനത്തിൽ വരുമ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, കടൽക്കരയിലെ മണല് പോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നതാണ്, കടൽക്കരയിലെ മണൽത്തരി പോലെ ജോസഫ് ഫറവോയ്ക്ക് വേണ്ടി ധാന്യങ്ങൾ ശേഖരിച്ചു. ഇനി അടുത്ത വചനം എഴുതി നോക്കിയാണ്, അവ അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൾ കണക്ക് നിർത്തിയെന്ന്. കേട്ടോ, ഇതാണ് ദൈവം. 7 വർഷത്തെ സുഭിക്ഷതയില് ധാന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ജോസഫിന്റെ നിർദ്ദേശാനുസരണം ധാന്യം ശേഖരിച്ചപ്പോൾ ആ ധാന്യത്തിന്റെ വിളവ് നോക്കിയപ്പോൾ അവസാനം അളക്കാൻ പറ്റാത്ത അത്രമാത്രം മണൽത്തരി പോലെ സമ്പത്ത് കുമിഞ്ഞുകൂടി. അങ്ങനെ ആ ഈജിപ്തിന്റെ കലവറകള് മുഴുവൻ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവിടെ ദൈവത്തിന്റെ കരം നമ്മൾ ആദ്യം കണ്ടു. പൊന്തിഫറിന്റെ വീട്ടിലായിരിക്കുമ്പോൾ ജോസഫ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പൊന്തിഫറിനെ അനുഗ്രഹിച്ചു. കേട്ടോ, യാക്കോബ് ലാബാന്റെ വീട്ടിലായിരിക്കുമ്പോൾ ലാബാനെ ദൈവം അനുഗ്രഹിച്ചു. കേട്ടോ, ഇപ്പൊ ദൈവമക്കളായിട്ടുള്ളവരായിട്ടുള്ള നമ്മള് ഏത് സമൂഹത്തെ ജീവിക്കുന്നുവോ ആ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ സൊദോമ നശിപ്പിക്കുമ്പോൾ അബ്രഹാം ചോദിച്ചു, പിതാവായ ദൈവമേ, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ നഗരം അങ്ങ് നശിപ്പിക്കുവോ? ഇല്ല. അവിടെ അബ്രഹാത്തിന് സൊദോം ഗൊമോറയില് ഒരു നീതിമാന്മാരെ പോലും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് സൊദോം ഗൊമോറ അഗ്നിക്കിരയാക്കിയത്. എന്നാൽ അവിടെ 10 ഒരു പട്ടണത്തിലാ, ലക്ഷക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന പട്ടണത്തിൽ 10 നീതിമാന്മാരെ പോലും അബ്രഹാത്തിന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി സൊദോം ഗൊമോറ നശിപ്പിച്ചത്. ഇന്ന് ഈ സമൂഹത്തില് വിശ്വാസത്തോടെ ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ആ ഗ്രാമം അനുഗ്രഹിക്കപ്പെടും, ഉറപ്പാ. ദൈവത്തെ വിളിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ ആ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ഒരു പ്രായവും കഴിയില്ല, ഒരു കെടുതിയും വരില്ല. ഓരിടവകയിലും കർത്താവിന്റെ മുമ്പിൽ കൈവിരിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ ആ മകനെ പ്രതി ആ ഇടവക അനുഗ്രഹിക്കപ്പെടും, ഉറപ്പാ. ഇവിടെ ജോസഫ് എന്നുള്ള വ്യക്തിയിൽ കൂടി ഈജിപ്തിലെ ഭരണാധികാരിയെയും അവരെ സമ്പന്നനാക്കി. മണൽത്തരി പോലെ സമ്പത്ത് കുമിഞ്ഞുകൂടി. മണൽത്തരി പോലെ എണ്ണാൻ പറ്റാത്ത അത്രയും. അബ്രഹാത്തിനോട് കൊടുത്ത വാഗ്ദാനം എന്താ? നിന്നെ ഒരു ജനതയാക്കും, നിന്നിലൂടെ ഒരു ജനത പുറപ്പെടും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തെങ്കിൽ ആ വാഗ്ദാനം ചെയ്ത കർത്താവാണ് ഇവിടെ ജോസഫിനെ അനുഗ്രഹിച്ചു, ഫറവോയുടെ അധിപതിയാക്കി. ഇനി ജോസഫിനെ ദൈവം തെരഞ്ഞെടുത്ത് ഫറവോയ്ക്ക് അധികാരിയെ കൊടുത്തപ്പോൾ ഫറവോയെ ദൈവം അനുഗ്രഹിക്കുകയും ഫറവോയുടെ രാജ്യം സമ്പന്നമാകുകയും സുഭിക്ഷമായിട്ടുള്ള വിളവ് നൽകി അനുഗ്രഹിച്ചു. ഇനി
അടുത്തതാണ് ക്ഷാമകാലം തുടങ്ങുന്നതിന് മുമ്പ് യോസഫിന് അവിടെ ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് 50-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ക്ഷാമകാലം തുടങ്ങും മുമ്പ് ഓനിന്റെ പുരോഹിതനായ പൊന്തിഫറുടെ മകൾ അസ്തനയിൽ അവന് 2 പുത്രന്മാർ ജനിച്ചു. എന്റെ കഷ്ടപ്പാടിലും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കടിഞ്ഞൂൽ പുത്രന് മനേസ എന്ന പേര് കൊടുത്തു. 2-ാമത്തെ പുത്രൻ ജനിച്ചു, അവനെ എഫ്രായിം എന്ന് വിളിച്ചു. അങ്ങനെ ജോസഫിന് 2 മക്കളെയും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. ഇനി ഈ അടുത്ത 53-ാം അധ്യായത്തിലേക്ക്, പുറപ്പാടിന്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തില് 53-ാം തീയതി ഈജിപ്തിലെ സമൃദ്ധിയുടെ 7 വർഷം അവസാനിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ആരംഭിച്ചു. കണ്ടോ? ഇനി ഞാൻ ചുരുക്കുകയാണ്. ആ 7 സമൃദ്ധിയുടെ വർഷം കഴിഞ്ഞപ്പോൾ അരുൾ ചെയ്തതനുസരിച്ച് ക്ഷാമത്തിന്റെ കാലം തുടങ്ങി വെച്ചു. ആ തുടങ്ങിയത് സാവകാശം. ഇന്ന് ഈ കാലഘട്ടത്തില് പലരും പറയുന്നു തൊഴിലില്ല എന്ന്. ഞാൻ പറയുന്നു സഹോദരി, കേരളത്തിൽ തൊഴിലില്ല എന്ന് പറഞ്ഞ ഓരോ ചെറുപ്പക്കാരോട് കൊടുക്കേണ്ട ഉത്തരം, അനേകം ലക്ഷക്കണക്കിന് അന്യദേശ തൊഴിലാളികളൊന്നും ഇവിടെ വന്ന് ലക്ഷങ്ങളും സമ്പാദിച്ചാ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇന്നൊരു സഹോദരൻ എന്നോട് ജോലിക്ക് വേണ്ടി വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങളുണ്ട്. വൈറ്റ് കോളർ ജോലിയല്ല, ഏത് ജോലിയും. ഇവിടെ ലക്ഷക്കണക്കിന് അന്യദേശത്തുള്ള ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി എടുക്കുന്ന ലക്ഷക്കണക്കിന് പേര് തൊഴിൽ ചെയ്ത് സമ്പാദിച്ച് കോടികളാണ് അന്യരാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിന്റെ മക്കൾക്ക് തൊഴിലില്ല. എന്തുകൊണ്ട്? അവർ തൊഴിൽ തേടിയാൽ കിട്ടും, തേടണ്ടേ? എന്നിട്ട് തൊഴിലില്ല നമ്മൾ അലഞ്ഞു നടക്കുക. ഇവിടെ ക്ഷാമത്തിന്റെ 7 വർഷം തുടങ്ങുകയാണ്. ഈ ക്ഷാമത്തിന്റെ 7 വർഷം തുടങ്ങിയ ആ സമയത്താണ് നമ്മളുടെ പിതാക്കന്മാർ ആരൊക്കെയാണ്? യാക്കോബും കുടുംബവും. യാക്കോബും 11 മക്കളും എവിടെയാണ്? കാനാൻ ദേശത്ത് വസിക്കുക. അബ്രഹാത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് അവർ വസിക്കുകയാണ്, കാനാൻ ദേശത്ത്. ദാരിദ്ര്യം ഇവിടെ ഈജിപ്തിൽ മാത്രമല്ല മറ്റു ദേശങ്ങളിലേക്ക് പടർന്നു വിളിച്ച് ധാന്യങ്ങൾക്ക് വേണ്ടി ജനം പായാൻ തുടങ്ങിയപ്പോൾ ഫറവോ തന്റെ കലവറ തുറന്ന് ധാന്യം വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ധാന്യം വിൽക്കുന്ന ആ ഈജിപ്തിലേക്ക് പല രാജ്യങ്ങളും ജനങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരായ യാക്കോബിന്റെ മക്കളും ധാന്യം വാങ്ങിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് ചെല്ലുന്ന ചരിത്രം തുടങ്ങുകയാണ്. അങ്ങനെ യാക്കോബിന്റെ 10 മക്കള് ബെഞ്ചമിൻ ഒഴിച്ച്, യാക്കോബിന് വാർദ്ധക്യത്തില് തന്റെ ഭാര്യ റാഹേൽ ജനിച്ച ജോസഫും ബെഞ്ചമിനും, ജോസഫ് മരണമടഞ്ഞു യാക്കോബിന്റെ മുമ്പില്, സഹോദരന്റെ മുമ്പിൽ. സഹോദരന്മാർക്ക് അറിയാം മരിച്ചിട്ടില്ല എന്ന്. അപ്പൻ മരിച്ചതെന്ന് കരുതുന്ന ആ ജോസഫിനെ പ്രതി ദുഃഖിച്ചിരിക്കുന്ന ആ അവസ്ഥയില് ബെഞ്ചമിനെ ധാന്യം വാങ്ങിക്കാൻ അവരോടൊപ്പം വിടാതെ 10 മക്കളും കൂടി ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങിക്കാൻ വരുന്ന ചരിത്രമാണ് അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോസഫ് ഇവിടെ പറയുന്നുണ്ട്, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ 42-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം 40 തുടങ്ങിയാണ്. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത്? അവൻ തുടർന്ന്, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. നാം മരിക്കാതിരിക്കാൻ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരുവിൻ. ജോസഫിന്റെ 10 സഹോദരന്മാരും ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി. അങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിൽ ചെയ്ത 10 മക്കള് ആരൊക്കെയാണ്? റൂബനും യൂദായും ലേവിയും പിന്നെ എല്ലാരും കൂടി 10 പേരും കൂടി അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അവരറിയുന്നില്ല തങ്ങൾ വിറ്റ ജോസഫാണ് അവിടുത്തെ അധിപതി എന്ന്. എന്നാൽ ജോസഫ് അവരെ തിരിച്ചറിയും. ഇവിടെ നമ്മൾ 42-ാം അധ്യായത്തില് 8-ാം വചനത്തിലേക്ക് വരുമ്പോൾ ജോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. അവരെ കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരാണെന്നും. കണ്ടോ? കാനാൻ ദേശത്ത് നിന്ന് വന്ന ജോസഫിന്റെ സഹോദരന്മാരെ 10 പേരും കൂടി ധാന്യം വാങ്ങിക്കാൻ വേണ്ടി ഫറവോയുടെ കൊട്ടാരത്തിൽ വരുമ്പോൾ ഫറവോയുടെ അധിപതിയായിരുന്ന ജോസഫിന് തന്റെ 10 സഹോദരന്മാരെയും തിരിച്ചറിയുകയാണ്. എന്നാൽ 10 പേരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവിടെ ജോസഫിനുണ്ടാകുന്ന സന്തോഷം നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. തന്റെ സഹോദരന്മാരാണെന്ന് അറിഞ്ഞിട്ടും അവൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല.
അവരെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഇപ്പൊ ഞങ്ങൾ കാനാൻ ദേശത്ത് വരികയാണ്, ഒരുവന്റെ ഹെബ്രാന ഒരു മനുഷ്യന്റെ പുത്രന്മാരാണ്, 12 പേരുണ്ടായത്, അതിൽ ഒരുവൻ മരിച്ചുപോയി, ഇനി ഒരുവനുണ്ട്, അത് വീട്ടിലുണ്ട്. അവന്റെ ഭാര്യയിൽ ജനിച്ച ഒരു ഇളയ പുത്രനാണ്, അവന്റെ സഹോദരൻ മരിച്ചുപോയി, അതുകൊണ്ട് അവനെ ഞങ്ങളോടൊപ്പം വിട്ടില്ല, അവൻ പിതാവിന്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ജോസഫിന് ഒരു കാര്യം മനസ്സിലായി, തന്റെ അമ്മയിൽ പിറന്ന സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവനെ കാണാനുള്ള ആഗ്രഹത്താല് ജോസഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അല്ലാന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരുവനെ ഇവിടെ തടവിലാക്കും ഞാൻ. എന്നിട്ട് നിങ്ങൾ 9 പേരും കൂടി പോയി നിങ്ങളുടെ ഇളയ സഹോദരൻ എന്ന് പറഞ്ഞ ആ മകനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചാൽ നിങ്ങൾ നല്ലവരാണെന്ന് എനിക്ക് ബോധ്യപ്പെടും, നിങ്ങൾ ചാരന്മാരാണെന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്യാം. വിഷമത്തിലായി യാക്കോബിന്റെ മക്കള് നിവൃത്തിയിലാകുമ്പോൾ ശിമയോനെ പിടിച്ച് അവിടെ തടവിലാക്കിയാണ്. യാക്കോബിന്റെ 12 മക്കൾ രണ്ടാമനായ ശിമയോനെ അവിടെ തടവിലാക്കിയാണ്. ഇവിടെ പറയുന്നത് ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് ജോസഫ് ഇങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൂബൻ നമ്മൾ കണ്ടു. ജോസഫ് വന്നപ്പോൾ അവനെ കൈയും കാര്യം ബന്ധിച്ച് പൊട്ടക്കെട്ടിടാൻ പോയപ്പോൾ റൂബൻ പറയുന്ന ഒരു ഉപദേശം, അവനെ ഉപദ്രവിക്കല്ലേ എന്ന്. ആ റൂബൻ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ തമ്മിൽ പറയുന്നത് ജോസഫ് കേട്ടു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിന്റെ ഫലമാണ് തീർച്ച. അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല, അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ അത് കേട്ടില്ല, അവന്റെ രക്തം ഇപ്പോൾ നമ്മളോട് പകരം ചോദിക്കുകയാണ്. കണ്ട, അപ്പോൾ ഇവര് സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ രാജകൊട്ടാരത്തിൽ ചാരന്മാരായി അറിയപ്പെടുകയും അതിലൊരുവനായ ശിമയോനെ തടവിലാക്കുകയും ബാക്കി 9 പേരുമായിട്ട് മടങ്ങി പോകാൻ ആവശ്യപ്പെടുന്ന ജോസഫ്, ധാന്യമെല്ലാം കൊണ്ടുപോയിക്കൊള്ളുക, പക്ഷെ നിങ്ങളുടെ ഇളയ സഹോദരനായ ബെഞ്ചമിൻ, ഇളയപുത്രൻ ഒരു ബെഞ്ചമിൻ, അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചാരമല്ലാന്ന് എനിക്ക് ബോധ്യപ്പെടും, നിങ്ങൾ പോയി അവനെയും കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ജോസഫ് തന്റെ 9 സഹോദരന്മാരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇനി അതോടൊപ്പം ജോസഫ് ചെയ്യുന്ന ഒരു കാരുണ്യമുണ്ട്. അവർ വാങ്ങിയ ആ ധാന്യങ്ങളുടെ വില, ഓരോ ചാക്കിന്റെയും വില അതാത് ചാക്കിന്റെ പുറത്ത് നിക്ഷേപിച്ചിട്ടാണ് നടക്കുന്നത്. ഇനി സമയപരിധി കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് പഠിക്കണം. ചരിത്രം പഠിച്ചാൽ മാത്രമേ. ഡൊമിനിക് അച്ഛൻ പറഞ്ഞു, വചനം പഠിച്ചപ്പോൾ എനിക്ക് കൃപ കിട്ടി. അബ്രഹാം, നമ്മുടെ ചരിത്രം 46 പുസ്തകങ്ങളിൽ പറയുന്ന ചരിത്രം പഠിക്കണം. ആദം മുതൽ മലാക്കി പ്രവാചകരുടെ 46 പുസ്തകം, ആദം മുതൽ നോഹ് വരെ 10 തലമുറ, നോഹ് മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ 42 തലമുറ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, 12 ഗോത്രപിതാക്കന്മാര്, 12 ന്യായാധിപന്മാര്, 10 രാജാക്കന്മാര്, 16 പ്രവാചകര്. ഈ പുസ്തകങ്ങളെല്ലാം പഠിക്കണം. അപ്പൊ ക്രിസ്തു ആരാന്ന് നമ്മൾ പഠിച്ചിരിക്കും. അപ്പനെ അറിഞ്ഞാൽ പുത്രനെ അറിഞ്ഞിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിന്റെ വലിയ കാരുണ്യം നിറയട്ടെ. ഇത് സഭിക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനും കർത്താവിന്റെ സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം നിങ്ങളെ ഓരോരുത്തരും നിറയട്ടെ. വിശുദ്ധ ഔസേപിതാവ്, മുഖ്യദൂതര് എല്ലാം നിങ്ങളുടെ ഭാഗത്ത് കാവലുണ്ടായിരിക്കട്ടെ. ഇത് കേൾക്കുന്ന ഓരോ കുടുംബത്തെയും, ഇത് സഭിക്കുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് ദിനം സ്ത്രീഹന്മാരിൽ നിറഞ്ഞ അതേ അഭിഷേകം ഇത് സഭിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങട്ടെ. അഭിഷേകം നിറയട്ടെ, അഗ്നി ഇറങ്ങട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയാലെ ഇത് സഭിക്കുന്ന ഓരോ മക്കളെ പൊതിയട്ടെ. എല്ലാറ്റിനും പരിഹാരം പരിശുദ്ധ അമ്മയിലൂടെ പുത്രൻ നൽകും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദിക, സന്യസ്തർ, അൽമായ ശുശ്രൂഷ, ലോകമെമ്പാടുമുള്ള എല്ലാ അഭിഷിക്തർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഈ വണക്ക മാസത്തില്, ഈ ജപമാല മാസത്തില് ജപമാലയുടെ എല്ലാ മണികളോട് ചേർത്ത് വെച്ച് അവർ പരിപാലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.